ഈ തോൽവിയുടെ കാരണമൊക്കെ തേടി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ തിരുത്തലുകൾ വേണം എന്നുള്ളത് ഒരു 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 യാഥാർത്ഥ്യമാണ്, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. തിരുത്തിയേ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തോറ്റത് എങ്ങനെ എന്നുള്ള ചില രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളുടെ കഥയും, അതുപോലെ ചാത്തന്നൂരും പത്തനാപുരവും തമ്മിൽ ഡീല് നടന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല തോറ്റത് എന്നുള്ളതാണ് ഒരു 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 സത്യം. നമ്മുടെ നാട്ടിൽ വാഹനമില്ലാത്തവരില്ല. അതുപോലെ തന്നെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും നടത്തിപ്പുകാരായിട്ടുമൊക്കെ നിരവധി പേരുണ്ട്. വാഹനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു അവിഭാജ്യ ഘടകം പോലുമാണ്. ഒരു ചെറിയ വീടാണെങ്കിൽ കൂടി ഒരു 1-2 വാഹനങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചാൽ തീർച്ചയായിട്ടും ഗതാഗത മന്ത്രിക്ക് താടിക്കിട്ട് തട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ പൊതുവെ ഇപ്പോൾ കടന്നു വരുന്നത്. പുതിയ ഗതാഗത മന്ത്രി ശ്രീ CP ജോണിനോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും അങ്ങ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾക്ക് അനുകൂലമായൊരു നടപടി വാഹന ഗതാഗതത്തിലും അല്ലെങ്കിൽ വാഹന ഉടമസ്ഥാവകാശത്തിലും ലൈസൻസിങ്ങിലും ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ കാര്യമായൊരു ഭേദഗതി അങ്ങ് വരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഗണേഷ് കുമാർ നടത്തിയത് വെറും പട്ടി ഷോയാണ്, വെറും ഷോയാണ്. ക്യാമറയുമായിട്ട് കൊട്ടാരക്കര മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയയുണ്ട്. ഇവരെ കൂടെ കൂട്ടിയിട്ട് പലയിടത്തും പോയിട്ട് വാഹനങ്ങൾ തടയുക, ഡ്രൈവർമാരെ വിരട്ടുക, KSRTC ബസ് തടഞ്ഞു പരിശോധിക്കുക. അതുപോലെ ഈ ആവശ്യമുള്ള ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ വാഹനങ്ങളിൽ വരുത്തിയെന്നിരിക്കും, അതിനെ എതിർക്കുക, കളറുകൾ മാറ്റുക, ബസ്സുകൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുക, ലക്ഷങ്ങൾ കമ്മീഷൻ അടിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ജനവിരുദ്ധത മറ്റൊരു രീതിയിൽ. പിന്നെ ഇയാൾ വണ്ടിയിൽ കയറി വണ്ടി ഓടിക്കുക. ഇയാൾക്ക് ലൈസൻസ് ജനിക്കുന്നതിന് മുമ്പ് മറ്റേ കിട്ടിയതാണെന്നാണ് പറയുന്നത്. ഇയാളുടെ ലൈസൻസിൽ MLA എന്നൊക്കെ പേരെഴുതിയിട്ടുണ്ട്. തോന്നിയപടി ലൈസൻസുമായിട്ട് തോന്നിയപടി നടക്കുക, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ. നിങ്ങൾ സിനിമാ നടനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ശക്തി ഉണ്ടായിരിക്കാം, നിങ്ങൾ R ബാലകൃഷ്ണപിള്ളയുടെ മകനായിരിക്കാം. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ പത്തനാപുരത്തല്ല, കൊട്ടാരക്കരയിലല്ല, ഏതൊരു മണ്ഡലത്തിലും നിങ്ങളെപ്പോലുള്ളവർ ജയിക്കൂ. ഞാൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നൊക്കെ അങ്ങ് തട്ടിവിടുകയാണ്. അതിനിടയ്ക്ക് NSSുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം, നമ്മളത് പരിശോധിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ പട്ടി ഷോകളും ചീഞ്ഞു നാറിയ ഇത്തരം സർക്കസുകളുമാണ് സത്യം പറഞ്ഞാൽ പത്തനാപുരത്ത് ഈ KB ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. പിന്നെ പിണറായി വിരുദ്ധ വികാരം, പിണറായിക്കെതിരെയുള്ള വികാരം തീർച്ചയായിട്ടും ഗണേഷ് കുമാറിനും എതിരെ വന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം CP ജോൺ സാറ് കൂടുതൽ വിഷയങ്ങളിൽ, ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അങ്ങ് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് അനുകൂലമായ ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങളെ നിയമം തീർച്ചയായിട്ടും പാലിക്കപ്പെടണം. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള നിയമവശങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കും CP ജോൺ എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. KB ഗണേഷ് കുമാർ തോറ്റത് വെറുതെയല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഡീലല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ്. മര്യാദയ്ക്ക് നിന്നാൽ ജനങ്ങൾ അംഗീകരിക്കും, ഇല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും.